അപ്പോൾ ഇത്രയൊരു ബിഗ് മൂവിയിൽ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഇത് പാടിക്കുക എന്നുള്ളത് പുള്ളിക്കും ചലഞ്ച്, രാഹുലേട്ടനും ഭയങ്കര ചലഞ്ചായിരുന്നു. നമ്മുടെ അടുത്ത് ഇങ്ങനെ ടേക്കൊന്നും എടുക്കാൻ പറ്റില്ല, ഒറ്റയടിക്ക് പാടിക്കൊള്ളണം അല്ലെങ്കിൽ എടുക്കൂല അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 25 minutes പാടിയതാ. അങ്ങനെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവരെ അടുപ്പിക്കൂല. 10th 100 on 100 ഒക്കെ. മൾട്ടി ടാലന്റഡ് ആണ്. അത് നിർത്തി നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ലാന്ന് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി, നിർത്തി. മോഹമോടെ അരികിൽ പതിയുടെ നെഞ്ചിൽ ആരോ മൂളും രാഗം. നമസ്കാരം. ടോക്ക് ഫ്രെയിമിൽ ഇന്ന് നമ്മുടെ കൂടെ പ്ലേബാക്ക് സിംഗർ സംഗീത ശ്രീകാന്ത് ആണ്. സംഗീതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ സിംഗ്സ് വിത്ത് ഹെർ ഹാർട്ട് ആൻഡ് ഹെർ സ്മൈൽ സേസ് ദ റെസ്റ്റ്. സ്വാഗതം ചെയ്യാം സംഗീത ശ്രീകാന്ത്. പ്രിട്ടി സംഗീത ശ്രീകാന്ത്. ഈ സംഗീത എന്നുള്ള പേര് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴേ ചെറുപ്പത്തില് പാട്ടിനോട് ഇഷ്ടപ്പെട്ടിട്ട് സംഗീത എന്നുള്ള പേര് വെക്കും. അങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും? തീർച്ചയായിട്ടും ഭയങ്കര എന്തൂസിയാസ്റ്റ് ആണ്. കാരണം സിംഗർ ആ പാട്ട് ഭയങ്കരമായിട്ട് രണ്ടും ആപ്റ്റാണ്. ഇപ്പൊ പാട്ടും സിംഗറിന്റെ പേരും തമ്മിൽ. അത് അമ്മയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ പാടും അത്യാവശ്യം, അങ്ങനെ സ്റ്റേജിൽ പാടുന്ന ആളൊന്നല്ല. ബേസിക്കലി സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അതിനുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ടും മറ്റു കലാപരിപാടികളും ഒക്കെ. അങ്ങനെ പേര് വെച്ചതായിരുന്നു. അങ്ങനെയാണ് ആ പേര് സംഗീത എന്നുള്ള വെച്ചത്. അപ്പം ആ പേര് എന്താ പറയാ, ആസ് എ സിംഗർ നല്ലോണം ഗുണം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഏത് പ്രായത്തിലാണ് പാട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയത് പ്രൊഫഷണലി? ഒരു UK ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. സരസ്വതി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് RLV കോളേജിലെ പ്രൊഫസറായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ടീച്ചർ താമസിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ ഫാക്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞുനാൾ മുതൽ ആക്ച്വലി ഡാൻസ് പഠിച്ചാൽ തുടങ്ങിയത് കലാമണ്ഡലം ചന്ദ്രിക ടീച്ചറിൻ്റെ അടുത്ത്. പിന്നെ ആണ് പാട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അമ്മയുടെ ഒരു ഇൻട്രസ്റ്റിൽ ആണ് ഇതൊക്കെ തുടങ്ങി വെച്ചത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രായമല്ല, ഒരു ആർട്ട് പഠിക്കാൻ തുടങ്ങാൻ കുറച്ചുകൂടി ആവണം എന്നാണ് എല്ലാവരും പറയുക. ഈ ഒരു പ്രായത്തില് നമ്മളൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല. പക്ഷെ അമ്മയുടെ ഒരു ഇൻട്രസ്റ്റില് അങ്ങനെ. അപ്പൊ ടീച്ചറിന്റെ ഹസ്ബൻഡൊക്കെ പറയുമായിരുന്നു, അയ്യോ നീ എങ്ങനെയാണ് ഈ കുട്ടി പാട്ട് പഠിപ്പിക്കാൻ പോണത് എന്ന്. പ്രത്യേകിച്ച് ആ സ്വരങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള ക്ഷമ വേണമല്ലോ. ഭജൻസ് ആയിരിക്കും അധികം തുടങ്ങിയിട്ടുണ്ടാവുക. സപ്തസ്വരങ്ങൾ തന്നെ സ്വരങ്ങൾ ചെന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പഠിക്കുകയും ചെയ്തു. അപ്പം സ്കൂളിംഗ് അവിടെ ഏലൂര് ഫാക്ടിലാണ് വർക്ക് ചെയ്തത് അച്ഛൻ. അപ്പോൾ ക്വാർട്ടേഴ്സിന്റെ അടുത്ത് ഒരു കോൺവെന്റ് സ്കൂളിൽ സെയിന്റ് ആൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺവെന്റ് സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ 10th വരെ പഠിച്ചത്. പിന്നെ 11th മുതൽ സെയിന്റ് റിസാസില്ലേ, ഇവിടെ സെയിന്റ് റിസാസിലാണ്. പിന്നെ 12th പിന്നെ കോളേജും എല്ലാം കഴിഞ്ഞത്. സ്കൂൾസ് ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് പാട്ട് പഠിക്കണം. കാരണം നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു എല്ലാ വർഷവും യൂത്ത് ഫെസ്റ്റിവൽ ഓർമ്മകൾ ഭയങ്കര ഫ്രഷ്, ഭയങ്കര മെമ്മറിയിൽ എപ്പോഴും ഉണ്ട്. സ്കൂളും കോളേജിലും ഒക്കെ യൂണിവേഴ്സിറ്റി മത്സരങ്ങളും. ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ളൊരു ബഞ്ച് ഓഫ് കൂട്ടുകാരുണ്ടായിരുന്നു. രാജലക്ഷ്മി ഒക്കെ രാജ്യൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്മേറ്റ്, ഡിവിഷൻ വേറെ, ലൈക്ക് ബാച്ച്മേറ്റ്, കോളേജ് വരെ. നിമ്മിയൊക്കെ ഇല്ലേ, നിമ്മിയൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് രാജലക്ഷ്മിക്ക് ഒരുമിച്ചായിരുന്നു കോളേജ് വരെ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ആ ഡിസ്കഷൻ ഫുള്ള് പാട്ടിനെ കുറിച്ച് അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിയാലിറ്റി ഷോ സരിഗമ അല്ലേ? അതെപ്പോഴായിരുന്നു? അത് 10th കഴിഞ്ഞപ്പോ 11th പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങോട്ട് പോയത്. അത് സത്യത്തില് ആ ഒരു ഏജും വെച്ചൊക്കെ നോക്കുമ്പോഴേ നമ്മളൊന്നും അറിയാതെ, പിന്നെ ഇപ്പോഴത്തെ പോലെ അത്രയും സോഷ്യൽ മീഡിയയും
നമുക്ക് അത്രയൊരു സങ്കേതങ്ങളും ഇല്ല പാട്ടുകൾ നോക്കാൻ അപ്ഡേറ്റ് ചെയ്യാനോ ഒന്നും. അറിയാവുന്ന ആകെ 4-5 ഹിന്ദി പാട്ടുകൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ആ ഒരു ധൈര്യത്തിലാണ് പോയി മത്സരിച്ചത്. പിന്നെ മെഗാ ഫൈനൽസ് വരെ എത്തിട്ടോ. അല്ല, അത് ബോംബെയിൽ വെച്ചിട്ടല്ലായിരുന്നു? അതെ അതെ. അപ്പൊ അതെങ്ങനെയാ അതിന്റെ സെലക്ഷൻ പ്രോസസ് ഒക്കെ ഉണ്ടായിരുന്നു? അവരിവിടെ ഓഡീഷന് വന്നിരുന്നു. ഓക്കെ. അപ്പോ വെറുതെ ഒരുപാട് പേരുണ്ടായിരുന്നു ഓഡീഷൻ ഇവിടുന്ന്. ഇവിടെ എറണാകുളത്ത് CSE വെച്ചിട്ടാണ് അവർ ഓഡീഷൻ നടത്തിയത്. അപ്പൊ എല്ലാ സോങ്സും ഹിന്ദിയിൽ തന്നെയായിരുന്നു? എല്ലാം. അപ്പോ കൊറേ എക്സ്ട്രാ പഠിച്ചു കേട്ടോ. അന്ന് കാസറ്റ്സ് ആണല്ലോ. അതെ. കാസറ്റുകളൊക്കെ മേടിച്ച് കുറെ അറിയാവുന്ന കുറച്ച് പാട്ടുകൾ ഉണ്ടായിരുന്നു. അല്ലാതെ കുറെ പഠിച്ചു. മദൻ മോഹൻ സാറിന്റെ പിന്നെ കുറെ ഗസൽസ് അങ്ങനെ പഠിച്ചു. കാരണം ജഡ്ജസ് ആണെങ്കിലും ഭയങ്കര വലിയ വലിയ ലെജൻഡ്സ് അല്ലേ? തീർച്ചയായിട്ടും. കൃഷ്ണമൂർത്തി. തീർച്ചയായിട്ടും. സത്യത്തിൽ അന്ന് അവരുടെ ഒന്നും വലിപ്പം പോലും അറിയാൻ പാടില്ലാത്ത പ്രായമായിരുന്നു. അബിത പർവീൻ മാം അവരൊക്കെയായിരുന്നു ജഡ്ജ് ചെയ്തത്. അവരാരാന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ അതെ, സത്യം. അത് അറിയാതിരുന്ന നന്നായി ഇപ്പൊ തോന്നാ. ടെൻഷൻ കൂടിയിട്ട് പാടാൻ പറ്റില്ലായിരുന്നു. ഡിക്ഷനൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ഹിന്ദി? അത് വലിയ കുഴപ്പം ഇല്ല. എന്റെ ഹിന്ദി ഡിക്ഷൻ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പണ്ട് മുതലേ അങ്ങനെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവരെ അടുപ്പിക്കൂല. ഹിന്ദിയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ക്ലാസ്സില് ഇപ്പൊ പഠിക്കണ സമയത്തും മാർക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഹിന്ദിക്കായിരുന്നു. 10th 100 on 100 ഒക്കെ. അങ്ങനൊരു അപ്പളേ ഹിന്ദി പാട്ടുകൾ കേട്ട് ഇഷ്ടാണ്. അതെ. പിന്നെ ഡിവോഷണൽ സോങ്സ് ഒക്കെ എപ്പോഴാണ് പാടി തുടങ്ങിയത്? കോളേജിലുള്ള സമയത്താണ്? ഇല്ല, ഇതിന്റെ കൂടെ ഒക്കെ തന്നെ ഡിവോഷണൽ സോങ് ഭജൻസ് ഒക്കെ പാടി. അപ്പം ഇതിന്റെ പാരലലി തന്നെ നമ്മൾ ഭക്തി ഗാനമേളകൾക്കും ചെറുതായിട്ട് ഗാനമേളകൾക്കും ഒക്കെ പതിയെ 11th മുതലൊക്കെ തന്നെ പോയി തുടങ്ങി. അങ്ങനെയാണ് കോളേജിൽ പഠിക്കുമ്പോൾ. അന്ന് ഈ ഫോണിൻ മ്യൂസിക് ബേസ്ഡ് പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ലൈവ് പ്രോഗ്രാംസ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടി. അപ്പൊ അന്ന് ഒരുപാട് ഇന്നത്തെ പോലെയല്ല, ടി വി ഭയങ്കര സ്വാധീനിക്കുന്ന ഒരു സാധനം അതേ ഉള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് മ്യൂസിക് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോ അന്ന് എല്ലാവരെയും ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ നമ്മൾ വിളിച്ചിട്ട് ഫോണിങ് അല്ലായിരുന്നു? അതെ അതെ അതെ. അത് ഒരുപാട് പേര് ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ കിട്ടി. അങ്ങനെ ഒരു ചെറുതായി ഒരു പ്രൊഫഷൻ പോലെ ഇതങ്ങ് മാറി പഠിക്കുമ്പോ തന്നെ. ആങ്കറിങ്ങും ഷോസ് ഗാനമേളകൾക്ക് പോലും ചെറിയ ചെറിയ റെക്കോർഡിങ്സ്. അപ്പോഴാണ് ഈ ഡിവോഷണൽ സോങ്സിന്റെ റെക്കോർഡിങ്സ് ഒക്കെ വന്നു തുടങ്ങി. ഭക്തി ഗാനമേളകൾ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ടൊക്കെ അമ്പലങ്ങളിലും സീസൺ ആവുമ്പോ അങ്ങനെ ഗാനമേളകള് അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോഴാണ് തുടക്കം. അങ്ങനെ പിന്നെ അപ്പോഴും സിനിമയൊക്കെ അപ്പോഴും ദൂരെ എവിടെയോ നിൽക്കണൊരു സാധനമാണ്. നമ്മള് അങ്ങനെ ആലോചിക്കാറ് പോലില്ല. കാരണം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊന്നും അല്ല ഞാൻ. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല ഞാൻ വന്നേക്കണം. അപ്പം അങ്ങനെ സിനിമാക്കാരോ അല്ലെങ്കിൽ സിനിമ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പരിചയമൊന്നുമില്ല അച്ഛനും അമ്മയ്ക്കും. അപ്പം അവരുടെ കഴിവിനനുസരിച്ച് എനിക്ക് എവിടെയൊക്കെ ഓപ്പണിംഗ് കിട്ടണോ, എവിടെയൊക്കെ എക്സ്പോഷ്യർ കിട്ടുമോ അവിടെയൊക്കെ അവർ കൊണ്ടുപോകും പ്രോഗ്രാം. അത്രയൊക്കെ അവർക്ക് അറിയുള്ളൂ. പഠിപ്പിക്കും. അങ്ങനെയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ ഛോട്ടാ മുംബൈ ഒക്കെ വരുന്നത്. ആഫ്റ്റർ മാരേജ് ആയിരുന്നു? 2007 ഫസ്റ്റ് മൂവി. സിംഗിങ്ങിന്റെ ഫസ്റ്റ്. അതെ അതെ. ഛോട്ടാ മുംബൈയില് നമുക്ക് ആ ഒരു ഫസ്റ്റ് സോങ് തന്നെ. പൂനിലാ മഴ നനയും പാതിരാക്കുയിലുകളെ തേനിളം മുരളിയുമായി പോരുമോ ഇതുവഴിയേ നാളേറെയായുള്ളിൽ മോളും അനുരാഗത്തിൻ ഈണങ്ങൾ പാടാമോ തെല്ലുമിനി വൈകാതെ പൂനിലാ മഴ നനയും പാതിരാക്കുയിലുകളെ. ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ആയിരിക്കുമല്ലോ. കാരണം അതൊരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് മൂവി. ലാലേട്ടൻ, അൻവർക്ക എല്ലാം കൂടിയിട്ടല്ലേ? മച്ച് വെയിറ്റഡ് എന്താ പറയാ. അപ്പൊ എന്റെ മ്യൂസിക് കമ്പോസർ രാഹുൽ രാജ് ആയിരുന്നു. അപ്പൊ രാഹുലേട്ടന്റെ അതിന്റെ മുമ്പത്തെ വർക്കുകളൊക്കെ
ഒരുപാട് പാടിയിട്ടുണ്ട് ജിങ്കിളുകളും അല്ലാതെയൊക്കെ. അപ്പോൾ അദ്ദേഹത്തിനും പ്രഷർ ഉണ്ടായിരുന്നു. ലൈക്ക് ഇത് പാടിയേക്കുന്ന ഞാനും സംഗീത്, ഞങ്ങൾ രണ്ടാളും ഫ്രഷ് വോയിസസ് ആണ്. അപ്പൊ ഇത്രയൊരു ബിഗ് മൂവിയിൽ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഇത് പാടിക്കുക എന്നുള്ളത് പുള്ളിക്കും ചലഞ്ച്, രാഹുലേട്ടനും ഭയങ്കര ചലഞ്ചായിരുന്നു. നമ്മുടെ അടുത്ത് ഇങ്ങനെ ടേക്കൊന്നും എടുക്കാൻ പറ്റില്ല, ഒറ്റയടിക്ക് പാടിക്കൊള്ളണം അല്ലെങ്കിൽ എടുക്കൂല അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 25 minutes പാടിയതാണ്. അതിന്റെ റിഹേഴ്സൽസും കാര്യങ്ങളും നെക്സ്റ്റ് റെക്കോർഡിങ്ങിന് പോണതിന്റെ പാടി പ്രാക്ടീസ് ചെയ്ത് നല്ലോണം പഠിച്ചിട്ടൊക്കെയാണ് പോയി പാടുന്നത്. അങ്ങനെ പടം ഹിറ്റായി, പാട്ടും ഹിറ്റായി. പാട്ട് പക്ഷെ സിനിമയിലില്ലായിരുന്നു. സിനിമയിലെ പാട്ടില്ലായിരുന്നു അല്ലേ? സിനിമയിലില്ലായിരുന്നു, ബട്ട് അത് ശ്രദ്ധിക്കപ്പെട്ടു. അല്ലാതെ റേഡിയോയിൽ കൂടിയും ഒക്കെ ആൾക്കാർ ശ്രദ്ധിച്ചു ആ പാട്ട്. ടൈമിലായിരുന്നു പിന്നെ ഫസ്റ്റ് ആയിട്ട് സ്ക്രീനിൽ വന്ന സോങ് ഒരു രാപ്പു പുല്ല് പായുന്നുണ്ട്. അതും ഈ പറഞ്ഞ വളരെ വളരെ ആകസ്മികമായിട്ട് കിട്ടിയ ഒരു പാട്ടാണ്. ലൈക്ക് അതിന്റെ ഡെമോ പോലെ പാടിയതാ, വേറൊരു സിംഗർക്ക് പാടാൻ വേണ്ടിയിട്ട് പാടിയതാണ്. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഞാൻ തന്നെ ട്രാക്ക് പാടിയതാ. അത് കറങ്ങി തിരിഞ്ഞ് അതെ നമുക്ക് കിട്ടാനുള്ളത് എവിടെ പോയാലും തിരിച്ചു വരും എന്ന് പറഞ്ഞ പോലെ. എനിക്ക് ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ പാട്ടല്ല, ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ അത് വളരെ എന്താ പറയാ, എൻ്റെ കരിയറിലൊരു മച്ച് നീഡഡ് ഒരു സോങ് എന്ന് പറയില്ലേ നമ്മൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു ദൃശ്യത്തിന് ശേഷം ജിത്തു ജോസഫ് സർ സംവിധാനം ചെയ്യുന്ന ദിലീപ് മൂവി, അങ്ങനെയൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടി. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് വലിയൊരു പടമായിരുന്നു അത്. ചട്ടക്കാരിക്ക് ശേഷം, ചട്ടക്കാരി ഏറ്റത് എം ജയചന്ദ്രൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത മൂവിയാണ്, ആദ്യമായിട്ട് വർക്ക് ചെയ്ത മൂവിയാണ്. അപ്പോൾ അതും അതിൻ്റെ അത് കഴിഞ്ഞ് അടുത്ത വർഷമായിരുന്നു ഈ ലൈഫ് ഓഫ് ജോസൂട്ടി. അപ്പോൾ അനിൽ ജോൺസൺ എന്നാണ് മ്യൂസിക് കമ്പോസറിന്റെ പേര്, ലൈഫ് ഓഫ് ജോസു. അപ്പോൾ അനിലേട്ടനായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരാളാണ് എനിക്ക് അനിലേട്ടൻ. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നമ്മൾ വർക്ക് ചെയ്ത് പഠിച്ച് നല്ലോണം വർക്ക് ചെയ്ത് പാടിയ പാട്ടാണ്. നല്ല പാട്ടാണ്. അത് നമുക്ക് 4 വരെ കേൾക്കാം. കണ്ടു നിന്നിൽ കണ്ടു വർണ്ണം ചോടും മായാ തീരം, നിന്നു മുന്നിൽ നിന്നു ഓരോ പൂവും ചൈത്രം നീട്ടി, മോഹം കോകിലമായി മൂളും ശീലുകളും കേട്ടു കേട്ടു ഞാൻ, കേട്ടു കേട്ടു ഞാൻ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് റൊമാൻറ്റിക് സോങ്. അതെ. ഈ തമിഴ്, തെലുങ്ക് അങ്ങനെ സോങ്സിലോട്ട് തെലുഗു പാടി. തെലുഗു ഞാൻ ഫസ്റ്റ് പാടുന്ന ഓ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിലാണ്, രാഹുൽ രാജിന്റെ മ്യൂസിക് കമ്പോസിംഗിൽ. പിന്നെ പാടുന്നത് ഉമാ മഹേശ്വര ഉഗ്രരൂപസ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷിന്റെ പ്രതികാരമില്ലേ, അതിന്റെ തെലുഗു റീമേക്ക്. അത് വിജയേട്ടൻ തന്നെയാ മ്യൂസിക് ചെയ്തേക്കണേ. അതിന്റെ തെലുഗു ഇപ്പൊ എങ്ങനെ ഡിക്ഷനൊക്കെ? കാരണം എനിക്ക് തോന്നുന്നു ഹിന്ദി, മലയാളം, തമിഴൊക്കെ നമുക്ക് കേട്ട് പരിചയമെങ്കിലും ഉണ്ട്. തെലുഗു അങ്ങനെ നമ്മളങ്ങനെ ഭാഷ പഠിച്ച് പാടെല്ലാം അങ്ങനെ നടക്കില്ലല്ലോ. പിന്നെ ലിറിസിസ്റ്റോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും വരും, നമ്മൾ പാടുമ്പോൾ വരും. അപ്പോൾ കറക്റ്റ് ചെയ്ത് പാടുകയാണ് പതിവ്. ഇപ്പൊ ഈ അടുത്തൊരു പീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മൂവിക്കും പാടിയിരുന്നു. അതൊരു മൾട്ടി ലിംഗ്വൽ മൂവിയാണ്, മലയാളം, തെലുഗു, തമിഴ്, കന്നഡ. അതിൽ തെലുഗുവും തമിഴും മലയാളവും ഞാനാ പാടിയേക്കണേ. നമ്മുടെ കപ്പിലിന്റെ കൂടെ ഒരു ഡുവറ്റാണത്. ശരി, അത് എല്ലാത്തിലും ഉണ്ട്. മലയാളം, തമിഴ്, തെലുഗു. അതിപ്പോ അത്യാവശ്യം നല്ലൊരു റീച്ച് കിട്ടിയിട്ടുണ്ട് ആ പാട്ട്. മഹേഷിന്റെ പ്രതികാരത്തിലെ പാട്ടല്ലേ, അത് നല്ല ഹിറ്റ്. അതേപോലെ തന്നെ ഒരു മുറ വന്ന് അതാണ് എന്റെ ഫേവറേറ്റ് സോങ്. അരികിൽ പതി. അത് നമുക്ക് പല്ലവി വേണ്ട, അനുപല്ലവി. രാവിൽ
പൊൻകനവായി ചാരയോടിയടയുന്നുവോ നേരിൽ നീ വരവായാൽ എന്നിൽ പൂക്കാലം നീയും ഞാനുമെന്നും മറുതീരങ്ങൾ തേടി ഒന്നായി ചേർന്നു പാറും തേൻ കിളികൾ നിന്നെ ഞാൻ ഏകയായി തേടുമീ സന്ധ്യയിൽ നിന്നിലേക്കെത്തുവാൻ മോഹമോടെ അരികിൽ പതിയിട നെഞ്ചിൽ ആരോ മൂളും രാഗം. എത്ര കേട്ടാലും അല്ലേ ഭയങ്കര ഒരു ഒഫീഷ്യൽ ഹിറ്റ് സോങ് തന്നെ പറയാനുണ്ട്. ഇപ്പോഴും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് വിഷ്വൽസ് ആണെങ്കിലും നല്ല രസമുള്ള ഒരു പാട്ടാണ്. അതൊരു ബെഞ്ച് മാർക്ക് സോങ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അതും മഹേഷിന്റെ പ്രതികാരത്തിലെ പാട്ടും രണ്ടും. ഓക്കെ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ബിജുപാൽ സാറിന്റെ പാട്ടാണ് കൂടുതൽ പാടിയിരിക്കുന്നത്. ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ബോധിയിലാണ്. സാറിന്റെ കൂടുതലൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? വളരെ എന്താ പറയാ, കൂളായിട്ട് ടേക്സ് എടുക്കുന്ന, കൂളായിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു മ്യൂസിക്. അതെല്ലാവരും പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് പാടിത്തീരും നമ്മള്, അധികം അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല പാടിച്ച് അങ്ങനെ. പിന്നെ അതൊരു സ്പേസ് ആണ്. സ്പേസ് ഇൻ ദ സെൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ലേൺ ചെയ്യാനും ഒക്കെയുള്ള ഒരു മ്യൂസിക്കൽ സ്പേസ് ആണ്. അവിടെ ഒരു മ്യൂസിക്കൽ ഒരു ടീമുണ്ട്, ഒരുപാട് പേരുണ്ട്, മ്യൂസീഷ്യൻസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് അതർ ദെൻ ഫിലിം മ്യൂസിക് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് ലേബൽ ഉണ്ട്, ബോധി സൈലൻസ് കേപ്പ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ലേബൽ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് അല്ലാത്ത ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റുകൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത് അങ്ങനെ ഒരു സീരീസ് പീസ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസിക്കൽ കൃതികൾ എടുത്തിട്ട് അതിനെ ഒരു ജാമിങ് പോലെ അവതരിപ്പിക്കുക എന്നുള്ളൊരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ 2-3 വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അല്ലാതെ നമ്മൾ ഒരുപാട് അങ്ങനത്തെ പുതിയ സോങ്സ് ഇല്ലേ, വി കൻ ക്രിയേറ്റ് അവർ മ്യൂസിക്. അപ്പൊ അതൊരു പ്ലാറ്റ്ഫോമാണ്, ബോധി ഒരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ബിജുപാൽ സാറിന്റെ ഒരു ഷോർട്ട് ഫിലിമില് അടുത്തൊരു ചെറിയൊരു സ്റ്റെപ്പ് എടുത്ത് പറഞ്ഞ പോലെയാണ്. സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം വിജയേട്ടൻ ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിം. അത് പക്ഷെ ഇറങ്ങിയിട്ട് ഒരു 4-5 കൊല്ലായി തോന്നുന്നു. അല്ല, അതല്ല, സിംഗിങ്ങിന്ന് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് അന്ന് പോയത് അതിലാണത്. അതിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ ആക്ടിങ്ങിലോട്ട്? ഈ അടുത്ത് വളരെ കോയിൻസിഡന്റ്ലി ഇപ്പൊ ചോദിച്ചതുകൊണ്ട് മറ്റേ വിൻസ്മേര എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഇപ്പൊ എല്ലാരും ശ്രദ്ധിച്ചു കാണൂല, മോഹൻലാൽ സാർ അഭിനയിച്ച ലോകസുന്ദരൻ എന്നുള്ള ആ പാട്ട്, അത് ഞാനാ പാടിയേക്കുന്നത്. അപ്പൊ അതിനുശേഷം അവരപ്പോ പാടിയ ആളെ വെച്ചിട്ട് ഒരു പരസ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ അടുത്ത് ഇറങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആത്മഹത്യാപരമായ ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, അതിപ്പം എന്താ പറയാ, ഒന്ന് മാത്രല്ലല്ലോ, നമ്മൾ എല്ലാ മേഖലയും ഒന്ന് ട്രൈ ചെയ്യണത് നല്ലതാണല്ലോ. അതേപോലെ കമ്പോസിങ്ങിൽ വല്ല പരിപാടി ഉണ്ടോ? കമ്പോസിങ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഈ അതും വളരെ കോയിൻസിഡന്റ്ലി ചോദിക്കുന്നതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഞാൻ പുറത്തേക്ക് ഇറക്കാറില്ല. പക്ഷെ ഇക്കഴിഞ്ഞ അഷ്ടമി രോഹിണിക്ക് 1 വീക്ക് ബിഫോർ ഇങ്ങനെ ഹസ്ബൻഡ് ശ്രീകാന്ത് ഏട്ടൻ ലിറിക്സ് ഞാൻ വെറുതെ 4 വരി ഇങ്ങനെ ട്യൂൺ വെറുതെ ചെയ്തപ്പോ സാധാരണ ചവിറ്റുകൊട്ടയിലേക്കാണ് അത് പോവാറ്. അപ്പൊ അത് വേണ്ടാന്നുള്ളത് കൊണ്ട് അത് കയ്യോടെ ആള് റെക്കോർഡ് ചെയ്ത് മേടിച്ചു. വാട്സാപ്പിൽ അപ്പം തന്നെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി തന്നെ, ശ്രീകാന്തേട്ടൻ തന്നെ ലിറിക്സ് എഴുതി. ഇവിടെ വിജയേട്ടന്റെ മോനുണ്ട് ദേവദത്ത്, വിജയപാൽ ദേവന്റെ അടുത്ത് റെക്കോർഡ് ചെയ്ത് അവൻ തന്നെ ബാക്ക് ചെയ്ത് ഇറക്കി. ഒരു കൃഷ്ണ ഡിവോഷണൽ സോങ് ആണ്, കൃഷ്ണനെ പറ്റിയുള്ള ഒരു പാട്ടാണ്. ഒരു റീലാക്കിയിട്ട് 1 മിനിറ്റ് റീൽ ഇൻസ്റ്റയില് ഇറങ്ങിയിരുന്നു 1 വീക്ക് എഗോ.
അപ്പൊ അങ്ങനെ ഒരു മ്യൂസിക് കമ്പോസറും കൂടെ ആയി. അയ്യോ, അങ്ങനെ ആയിന്നൊന്നും പറയാനില്ല, വെറുതെ അല്ല സ്റ്റാർട്ട് അതെ, ഒരു ബേബി സ്റ്റെപ്പ് പോലും അല്ല. ഇനി ചെയ്യാൻ പറ്റുമോന്നും അറിയില്ല. അതങ്ങനെ അങ്ങോട്ട് നടന്നു, അത്രേ ഉള്ളൂ. അത് ഒരുപാട് സന്തോഷം, ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. അതിന്റെ ഒരു 4 പേര് തീർച്ചയായിട്ടും. മാധവാ നിന്റെ നെറുകയിൽ ഇളവേൽക്കാൻ നീലക്കടമ്പുകൾ വിരിയുകയായി നിൻമുരളി തഴുകും ഒരു നേരം മധുര മദന കഥയോർക്കും വിരഹിയാം യമുനതൻ സ്വരം സ്വയം പദങ്ങൾ തീർക്കും പ്രമദവനിക നിറം ചൂടും യദുകുലരജനികൾ പൂക്കും മുകിലുകൾ ഋതുപാദമാടും. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫാസ്റ്റ് ഇടയ്ക്ക് കയറി വരുന്നുണ്ടല്ലോ, മിക്സ് ഓഫ് ഇതാണ്. കൃഷ്ണനെ കുറിച്ച് പാടാന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്തിയാണോ? ശിവഭക്തിയാണ്, കൃഷ്ണഭക്തിയാണ്. കൃഷ്ണനോട് നമുക്ക് വേറൊരു ടൈപ്പ് ഡിവോഷൻ ആണല്ലോ. ശിവൻ വെച്ചാല് അത് വേറൊരു കോൺസെപ്ച്വൽ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇറ്റ്സ് ലൈക്ക് എ യൂണിവേഴ്സ്, ശിവം എന്ന് പറഞ്ഞത്. അങ്ങനെ കൃഷ്ണനോടൊരു വേറൊരു ടൈപ്പ് ഒരു ഡിവോഷൻ. കൃഷ്ണൻ നമുക്കൊരു ഫ്രണ്ടായിട്ട് നമുക്ക് എന്ത് കാര്യം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ആളാണ്. അതർ ദാൻ സിംഗിങ് പിന്നെ എന്താ വേറെ ഹോബീസ് ഒക്കെ ഉള്ളത്? ഡാൻസ് പഠിക്കുന്നുണ്ട്, കഥക്ക് പഠിക്കുന്നുണ്ട്. കഥക്ക പഠിക്കുന്നത്? അതിടയ്ക്ക് പെർഫോം ചെയ്യാം. എത്ര വർഷമായി പഠിച്ചിട്ട്? 3 വർഷം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെർഫോം ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ. ഓക്കെ. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ളൊരു അത് ചക്കറൊക്കെ എടുക്കാൻ ഇത്തിരി പ്രാക്ടീസ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും, പിന്നെ അത് യൂസ്ഡ് ആയാൽ ഓക്കെയാ. ഒരു സ്റ്റാർട്ടിങ് ലേണേഴ്സിന് അത് ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നും. നമ്മളൊക്കെ അത് ഫേസ് ചെയ്തതാ. പിന്നെ അത് ഓക്കെ ആയിക്കോളും. സ്റ്റാർട്ടിങ്ങിൽ അയ്യോ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് തോന്നും. 10-25 എണ്ണം 30 എണ്ണം ഒക്കെ ഒന്നിച്ച് കറങ്ങണം. കാണുമ്പോ കറക്കാതെ ഓർമ്മ വരണം. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റൂല, ഇട്ടേച്ച് പോവാന്നൊക്കെ ആദ്യം തോന്നും. ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? ഇവിടെ തന്നെ, ബോധിയില്. വിജയന്റെ ശാന്ത് ചേച്ചിയുടെ സ്കൂൾ, ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂൾ, അവിടെ പഠിക്കണം. പിന്നെ എന്തെങ്കിലും കുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും? ഫുഡിയാണ്, പക്ഷെ കുക്ക് ചെയ്യാൻ അത്ര ഇഷ്ടമൊന്നുമില്ല. ആവശ്യത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടമുള്ള ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ചോറും ചെറുപയറും തൈരും ഒക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. നാടൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുറത്തൊക്കെ പോകുമ്പോ എല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടം. പിന്നെ അല്ലാതെ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, ഹോബി കേട്ടോ, അല്ലാതെ കഴിവല്ല, ഹോബി. അങ്ങനെ ഫോക്ക് ആർട്സ് ഇഷ്ടമാണ് വരയ്ക്കാൻ. ട്യൂട്ടോറിയൽസ് ഒക്കെ നോക്കി വരയ്ക്കും. മ്യൂറൽ പെയിന്റ്സ് അതൊന്നും മ്യൂറലിലേക്ക് കടന്നിട്ടില്ല. മറ്റേ മധുബനിയും പിന്നെ അങ്ങനത്തെ ഗോണ്ടും പിച്ചുവായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതിനൊക്കെ സമയം കിട്ടാറുണ്ടല്ലേ? ഇഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് തോന്നുന്നതല്ലേ സമയമില്ലാന്ന്. പ്രാക്ടീസ് ഡെയിലി ചെയ്യാറുണ്ട്. ഒരു ദിവസം എങ്ങനെയാണ് ഇപ്പൊ ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ വീട്ടില്? ഷൂട്ടും റെക്കോർഡിങ്സും ഒന്നും ഇല്ലെങ്കിൽ മോനെ സ്കൂളിലാക്കി തിരിച്ചു വരും. ചായ ഒക്കെ കുടിച്ചിട്ട്, ഞാനൊരു ചായ പേഴ്സണാണ്, ചായ നിർബന്ധം. ചായ ഒക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യും. റിലാക്സ് ചെയ്തിട്ട് വരയ്ക്കല്ല തുടങ്ങാം. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒരു ഫോക്കസും കാര്യവും കിട്ടും. പിന്നെ കുറച്ചുകൂടെ ഈ ദേഹം അനങ്ങുന്ന ഡാൻസ് അങ്ങനെ എന്തെങ്കിലും, കുക്കിംഗ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴാണ് എന്തെങ്കിലും പാട്ടൊക്കെ, അപ്പോഴത്തേക്കും മൂഡ് വരും പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. ഡാൻസ് ക്ലാസ്, കീബോർഡ് പഠിക്കുന്നുണ്ട്, പിന്നെ ഹിന്ദുസ്ഥാനി ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ദിവസം ഓരോ ആഫ്റ്റർനൂൺ സെഷൻസ് അങ്ങനെ പോകും. പിന്നെ അത് കഴിഞ്ഞ് രാത്രി മോൻ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ഉണ്ടാവും, അവനെയും കൂട്ടിയിട്ട് തിരിച്ചു വരും. അതിന്റെ ഇടയിൽ നടക്കും രാത്രി, ചെറിയൊരു ഗ്യാപ്പില് ഒരു 40 മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട്. ഹിന്ദുസ്ഥാനി പറഞ്ഞല്ലോ, ഹിന്ദുസ്ഥാനി എവിടെ, ഓൺലൈൻ ആണോ അതോ? അല്ല, അതും ബോധിയിലാണ്. അജിത് സാർ എന്ന് പറഞ്ഞിട്ട്, അജിത് സാറിന്റെ അടുത്താ പഠിക്കണത്. ദത്താത്രേയ സാർ എന്ന് പറഞ്ഞിട്ട് ഗുരുജിയുടെ ശിഷ്യനാണ് അദ്ദേഹം. ഇപ്പോൾ കാക്കനാട ബേസ് ആയിട്ടാ ഉള്ളത്. അദ്ദേഹം ബോധിയിൽ വന്നിട്ട് പഠിപ്പിക്കും. എത്ര വർഷമായി ഹിന്ദുസ്ഥാനി? അത് 2 years. ഹിന്ദുസ്ഥാനി ഫയാസ് ഖാന്റെ അടുത്ത് അതിനു മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ ടോട്ടലി കുറെ വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അജിത് സാറിന്റെ അടുത്ത് 2 വർഷമായി. അപ്പൊ ഗസൽസ് ഒക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ അല്ലെ? ആ ഗസൽസ് ഒക്കെ കേൾക്കാറുണ്ട്. മെഹദി ഹസന്റെയും ഗുലാം അലിയുടെയും ആശാജിയുടെയും എല്ലാവരുടെയും കേൾക്കാറുണ്ട്. ഇഷ്ടമാണ്. നമുക്കൊരു 4 ഗസൽ പാടി. ആശാജിയുടെ ആയിക്കോട്ടെ. സലൂനാ സാ സജൻ ഹേ और मैं हूँ, सलोना सा सजन है और मैं हूँ, जिया में एक अगन है और मैं हूँ, सलोना सा सजन है और मैं हूँ. ഹിന്ദുസ്ഥാനി പഠിച്ചുകൊണ്ടായാല് സംഗതികളുടെ ഇങ്ങനെ ഒഴുക്ക് അല്ലേ? അത് ഭയങ്കര ഒരുപാട് അല്ലെ? പാട്ട് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും പക്ഷെ പാടാൻ ഏറ്റവും കൂടുതൽ ടഫായിട്ട് ഉള്ള സോങ്ങിൽ പെട്ട ഒരു സോങ് ആണ്. ഗസൽസ് പൊതുവേ നമുക്ക് കേൾക്കുമ്പോ ഈസി ആയിട്ട് തോന്നാം, പക്ഷെ അതിന്റെ കുറെ ന്യൂവാൻസസും അതിന്റെ ഇംപ്രൊവൈസേഷൻസും ഈ ലെജൻസ് ഒക്കെ അവരൊക്കെ പാടി വെച്ചേക്കുന്നതിന്റെ ഉള്ളിലൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും ശ്രദ്ധിച്ച് കേൾക്കുമ്പോ. ഈ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? കർണാട്ടിക് മ്യൂസിക് കുറേയും കൂടി ചിട്ട ഭയങ്കരമായിട്ട് ഉണ്ട്, താളനിബദ്ധമാണ്, ഇങ്ങനെ താളവട്ടം അങ്ങനെ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പൊ ഫ്രെയിംഡ് ആണ്. ഹിന്ദുസ്ഥാനിക്ക് കുറേയും കൂടി അങ്ങനെ ഒരു ഫ്രെയിമിന്റെ ഉള്ളില് നിന്നുകൊണ്ട് വേണ്ട. ഹിന്ദുസ്ഥാനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ട് വെച്ചാൽ അതിനുണ്ട്, ചിട്ട ഇല്ലാന്നല്ല കേട്ടോ, പക്ഷെ കുറേയും കൂടി റിജിഡ് അല്ല, കുറേയും കൂടി ഫ്ലെക്സിബിൾ ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിന്റെ പ്രയോഗം, നമ്മുടെ തൊണ്ടയുടെ പ്രയോഗം വളരെ രണ്ടിന്റെ ഗമകങ്ങള് വ്യത്യാസമുണ്ട് നമ്മൾ പാടുമ്പോൾ. അപ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ ഹിന്ദുസ്ഥാനി പഠിച്ചിട്ട് കുറേ വർഷമായല്ലോ. അപ്പോൾ കർണാട്ടിക് പാടുമ്പോൾ അതിന്റെ അഴുത്തം എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ വരണം എന്നില്ല എനിക്ക്. അതിനൊക്കെ ഒരു രീതിയുണ്ട് കർണാട്ടിക് മ്യൂസിക്കിന്. അപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് ആണ്. അപ്പൊ എൻ്റെ അടുത്തൊരു പക്കാ കീർത്തനം പാടാൻ കഴിഞ്ഞാൽ എനിക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. കച്ചേരികൾ വല്ലതും പാടിയിട്ടുണ്ടോ? നമ്മുടെ ആനുവൽ ഡേ വരും ബോധിയുടെ, അപ്പൊ അതിലൊരു 20 minutes ഒക്കെ നമ്മൾ ഓരോരുത്തർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട് എന്നല്ലാതെ കച്ചേരിയായിട്ട് ചെയ്തിട്ടില്ല. അതിനുള്ള ധൈര്യം വന്നിട്ടില്ല. ഇപ്പം സിംഗിങ് കഴിഞ്ഞിട്ട് ഇപ്പം ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എബി എന്നുള്ള പടമല്ലേ ഫസ്റ്റ് ഫ്രം ദ ഫാമിലിത്തെ ഫസ്റ്റ് മൂവി അല്ലേ? അതെ. ശ്രീയാദരൻ ഫിലിം മേക്കർ ആണ്, ശ്രീകാന്ത് മുരളി. നൗ ടേൺഡ് ആൻ ആക്ടർ. ആൾക്കാര് അറിയേണ്ടത് ആക്ടർ എന്നുള്ള രീതിയിലായിരിക്കും. ഫിലിം മേക്കർ ആണ്, ഡയറക്ടറാണ്, ആക്ടറാണ്. അപ്പൊ നിങ്ങൾ ഈ പ്രൊഫഷണൽ അഡ്വൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടില് പറയാറുണ്ടോ? പുള്ളിയുടെ പടത്തിനെ കുറിച്ചിട്ടും ഇവിടെ സിംഗിങ്ങിനെ കുറിച്ചിട്ടൊക്കെ? ഇപ്പൊ വീട്ടിൽ തന്നെ ക്രിട്ടിക്സും കോംപ്ലിമെന്റ്സും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. പോരാത്തതിന് മോനും സിനിമ ഒക്കെ ആയിട്ട് ഭയങ്കര എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോ സിനിമയുടെ പുറകെയാണ് അവന്. അപ്പം പാട്ട് അത്രേ ഇല്ലെങ്കിലും എന്നാലും അഭിപ്രായങ്ങളൊക്കെ പറയും. പ്രത്യേകിച്ച് ശ്രീകാന്തേട്ടനുള്ള ക്രിട്ടിക്കാണ് അവൻ. എന്റെ ഇതിൽ അത്ര കൈകടത്തില്ല. അതെ. അവിടെ പാട്ടായോണ്ട് മോന് ഇഷ്ടമുള്ള പാട്ട് ഏതാ അമ്മ പാടിയല്? അല്ലെങ്കിൽ മോന് ഇഷ്ടമുള്ള പാട്ട് ഏതാ അമ്മ പാടിയത്? അല്ലെങ്കിൽ വേറെ പാട്ടില് മോന് ഇപ്പൊ എപ്പോഴും പാടാൻ പറയുന്ന പാട്ട് ഏതായിരിക്കും? അവന്റെ ടേസ്റ്റ് നല്ല എല്ലാം കേൾക്കും അവൻ. വെസ്റ്റേൺ, ഇംഗ്ലീഷും അങ്ങനത്തെ മറ്റേ എല്ലാ വേൾഡ് മ്യൂസിക് ഒക്കെ കേൾക്കും. പിന്നെ ഇടയ്ക്ക് അവൻ എന്നെ കേൾപ്പിക്കും. ഞാൻ കേൾക്കാത്ത, ഞാൻ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവൻ വിളിച്ച് കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുറെ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹിന്ദിയൊക്കെ പുതിയ പാട്ടുകളൊക്കെ. അപ്പൊ ചില ഗസൽസ് അവൻ എന്നെ, ഞാൻ അത്ഭുതപ്പെട്ടു. മെഹദി ഹസന്റെ ഒരു ഗസൽ ഈ അടുത്ത് സ്കൂളിലേക്ക് പോകുമ്പോഴും പിന്നെ തിരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു മെഹദി ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടി, നല്ല ഉഗ്രം ഗസല്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതെ. അപ്പൊ അവന് ഏത് പാട്ടാ അമ്മയുടെ അല്ലെങ്കിൽ അമ്മ പാട്ടിന്റെ പാട്ടില് പൊതുവെ ഇഷ്ടമുള്ളൊരു പാട്ടല്ലേ? അപ്പൊ മോന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാം.
അവൻ ബാബുരാജിന്റെ വലിയ ഫാനാണ്. അയ്യോ. ബാബുരാജ് പി ഭാസ്കരൻ കോമ്പിനേഷൻസിലുള്ള പാട്ടുകളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എന്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കണ്ണിമാനേ നിൻ കണ്ണിലെന്റെ കൊമ്പ് കൊണ്ടതെങ്ങിനാണ്? ബാബുക്കയുടെ ഫാനൊക്കെ ആവാന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും പഴയ പാട്ടിനോട് പ്രത്യേക കേൾക്കും, ഒരുപാട് കേൾക്കും. വീട്ടില് പഴയ പാട്ട് വെക്കും. അപ്പൊ അവൻ എനിക്ക് തോന്നുന്നു കുഞ്ഞിലേ മുതൽ യൂസ്ഡ് ആണല്ലോ, അങ്ങനെ കേട്ടും അവൻ അറിയാതെ ആണെങ്കിൽ പോലും, അവൻ അറിഞ്ഞോണ്ടല്ലെങ്കിൽ പോലും മേ ബി ഹീസ് യൂസ് ടു ദാറ്റ്. അപ്പൊ അങ്ങനെ ഒരു ശീലം വന്നതായിരിക്കും. രാത്രി ഒരുപാട് പാട്ടിലൊക്കെ കേൾക്കാറുണ്ട് അവൻ. ഇടയ്ക്ക് റൂമിൽ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോ കേൾക്കാം പാട്ട്. മോനെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കുന്നുണ്ടോ? വയലിൻ പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഈ വർഷം 12th ആയതുകൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പഠിത്തത്തിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി. സയൻസ് എടുത്തുപോയി, അപ്പോ തീരെ സമയം കിട്ടണില്ല അവന്. ചേട്ടന്റെ ഇഷ്ടമുള്ള പാട്ട് ഏതപ്പോ? ചേട്ടൻ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ 2 പാട്ടുകളാ, ശരദിന്ദും അതും പിന്നെ ജബദീപ് ജലയാന, രണ്ടും അസ്ഥിക്ക് പിടിച്ച പാട്ട്. അത് പാടിക്കഴിഞ്ഞാൽ ആളോക്കെ ആവൂലേ? അല്ല അങ്ങനല്ല, അതൊക്കെ നമ്മള് വെറുതെ പറയുന്നില്ല. പക്ഷെ ഇതാണ് ഇഷ്ടമുള്ള പാട്ടില്, ഇത് രണ്ടുമാണ്. ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുമ്പോ പിന്നെ മിണ്ടാൻ പോവാതിരുന്നാ മതി. അതെ, തിരിച്ചും നമ്മള് ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴും സൈലൻസ് ഇസ് ദി ബെസ്റ്റ്. അതെ, ചൊറിയാതിരുന്നാ മതി, അത് പിന്നെ പൊക്കോളും ദേഷ്യം ആരുടെയും. അതെ, നമുക്ക് ചേട്ടന് വേണ്ടി ഈ പാട്ട് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ജബ് ദീപ് ജലേ ആനാ जब शाम ढले आना, संकेत मिलन का भूल न जाना, मेरा प्यार न बिसराना. जब दीप जले आना, जब शाम ढले आना. ഓൾഡ് ഈസ് ഓൾവേസ് ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ എത്ര കേട്ടാലും അല്ലെ പിന്നെയും നമുക്കത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതെ, നമ്മളിപ്പോ മലയാളം പാടി, ഹിന്ദി പാടി അല്ലെ, നമുക്ക് ഇനി ഒരു തെലുങ്ക് പാട്ട് പാടിയാലോ? മഹേഷിന്റെ പ്രതികാരത്തിന്റെ തെലുഗു റീമേക്ക് ഉമാ മഹേശ്വര ഉഗ്രരൂപസ്യ. അത് അതിൽ ബിജ്ബാലാണ് മ്യൂസിക് കമ്പോസ്. അത് മലയാളവും വിജയേട്ടൻ തന്നെയാണ്, തെലുഗും വിജയേട്ടൻ തന്നെയാണ്. അപ്പം തെലുഗു മൂവിക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് തന്നെ പാട്ടുകൾ കമ്പോസ് ചെയ്യുക ചെയ്ത്. അപ്പോൾ അതിലത്തെ ഒരു പാട്ട് പാടാം. ഇതില് ഡുവറ്റ് പാടിയിരിക്കുന്ന ബിജയേട്ടൻ തന്നെയാണ്, ഡുവറ്റ് ആണ്. రేపవలువే కనుల నిన్నే చూస్తున్నా, నా తనివి తీరదుగా ఏనాలైనా, రావా నీవే మరలా కురిసే వరములు దేవా, లోకాన ప్రేమంతా రూపాన వేరైన చేరేటి తీరాన నీవా, కాలాన పినాతోంటి పోవా, రేపవలువే కనుల నిన్నే చూస్తున్నా, నా తనివి తీరదుగా ఏనాలైనా. നന്നായിട്ടുണ്ട്. പക്ഷെ ഒന്നും മനസ്സിലായില്ലല്ലോ. ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും പക്ഷെ ആ ട്യൂണ് നല്ല രസമായിട്ടുള്ള ക്യൂട്ടായിട്ടൊരു ഒരു മെലഡി അല്ലേ? ഇപ്പം ഇത്രയും പാട്ടുകൾ നല്ല സ്ട്രെയിൻ എടുത്തിട്ട് ഇപ്പൊ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം സൗണ്ട് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യണത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെയും ഓരോ നേച്ചറാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പം ഞാൻ പറയുന്ന ഒരു ടിപ്പ് വേറൊരാൾക്ക് പ്രയോജനപ്പെടണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് പ്രയോജനം ഇല്ലാത്ത വേറൊരാൾ പറയണത് എനിക്ക് ചേരണം എന്നില്ല. അപ്പോൾ തണുത്ത
വറുത്തത് കഴിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കേട് എല്ലാവരും പറയും കഴിക്കരുത്, പക്ഷെ ഞാൻ ഡെയിലി തൈര് കൂട്ടിയാ കഴിക്കുക. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു ലൈഫ് സ്റ്റൈലാക്കണം. ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ എന്നുള്ളത് ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് എടുക്കണം. സോ ഒരാളുടെ ഡോൺസ് ആൻഡ് ഡൂസ് വേറൊരാൾക്ക്, അപ്പം നമ്മുടെ ഏതാണ് ഡോൺസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് കാര്യം. എന്നിട്ട് അത് കൃത്യമായി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതൊരു ലൈഫ് സ്റ്റൈലാക്കി എടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പൊ നമ്മള് പറയാറില്ലേ SPB സാർ ഐസ്ക്രീം കഴിച്ചിട്ടാണ്, എല്ലാവർക്കും പറ്റില്ല. പക്ഷെ എനിക്ക് ഷുഗർ പറ്റില്ല, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട് എനിക്ക്. അങ്ങനത്തെ പിന്നെ ആസിഡിക് ഇഷ്യൂസ്, അത് പല സിംഗേഴ്സിനും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആസിഡ് റിഫ്ലെക്സ് എന്നുള്ളത്. അപ്പൊ അതിന് ഉതകാത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആസിഡ് റിഫ്ലെക്സ് വന്നാൽ നമുക്ക് ഭയങ്കര സ്ട്രെയിൻ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പാടാൻ. അപ്പോൾ അത് വളരെ ഇപ്പോൾ ഭക്ഷണം, ഏത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ക്ലോസ് വാച്ച് ചെയ്യണം. അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, ഒരു ലൈഫ് സ്റ്റൈൽ പോലെ ഫോളോ ചെയ്യണം. പിന്നെ പൊതുവെ ഒരു വർക്ക്ഔട്ട് നേച്ചർ ഉണ്ടല്ലോ, ഒരു എക്സസൈസിങ് നേച്ചർ നല്ലതാ സിംഗിങ്ങിന്. ലങ് കപ്പാസിറ്റി കൂടും. അപ്പം എന്തെങ്കിലും യോഗാസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രാണായാമം? ഇല്ല, ഞാൻ നടക്കുക പതിവ്. ഈ ബാഡ്മിന്റൺ കളിക്കും ഇടയ്ക്ക്. അങ്ങനെ എന്തെങ്കിലും ശരീരം അനങ്ങി, ബോഡി മൂവ്മെന്റ്സ് നല്ല കാര്യമാണ് ലങ് കപ്പാസിറ്റിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഇപ്പൊ സിംഗർ ആയിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു ഒരു പ്ലാൻ ബി പോലെ വേറെ എന്തെങ്കിലും? പ്ലാൻ ബി പണ്ടൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇത്ര ഫാഷൻ ഡിസൈനർ ആവണം എന്നൊക്കെ എംബിഷൻ ചോദിക്കുമ്പോ. അങ്ങനെ ഞാൻ പറയാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 11th 12th ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. അല്ലാതെ വേറെ എന്ത് ചെയ്യും എന്നുള്ളൊരു ആലോചന ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആലോചിച്ചിട്ടില്ല. സ്കൂൾ ടൈമില് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴായിരിക്കും തോന്നുന്നുണ്ടാവല്ലോ അത് ഇത് തന്നെയാണ് എന്റെ പ്രൊഫഷൻ എന്നുള്ളത്. റിയാലിറ്റി ഷോ കഴിഞ്ഞപ്പോ എന്താ പറയാ, യൂണിവേഴ്സിന്റെ ഒരു ഇതുപോലെ പല കാര്യങ്ങള് വന്നു, വർക്കുകൾ വന്നു. അങ്ങനെ ബിസി ആയി തുടങ്ങി. ബിസി അല്ല, ഇതിലേക്ക് ആയി തുടങ്ങി. മ്യൂസിക്കില് വർക്കുകൾ കിട്ടി തുടങ്ങി. അപ്പോ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ് സ്കൂൾ. ഞാൻ എന്നിട്ട് അതിന്റെ ഇടയിലൊരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിരുന്നു ഫാഷൻ ഡിസൈനിങ്ങില്. 1 year ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ട്. പരസ്യങ്ങള് ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. ശ്രീകാന്തേട്ടന്റെ തന്നെ പരസ്യങ്ങൾ ഒരുപാട്, കാവ്യ മാധവനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. സമൃദ്ധ സുനിലിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടി ടാലന്റഡ് ആണ്. അത് നിർത്തി. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ലാന്ന് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി, നിർത്തി. അല്ല, പെയിന്റിംഗ് അതിന്റെ കൂടെ ഉണ്ടല്ലോ. സാരി അങ്ങനത്തെ പെയിന്റിംഗ് വിത്ത് ക്ലോത്ത്സ്, ഫാബ്രിക് പെയിന്റിംഗ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഗ്ലാസ് പെയിന്റിംഗ് ചെയ്യാറുണ്ട്. ഫാബ്രിക്കിൽ കുറച്ചുകൂടി നമുക്ക് ക്ഷമ വേണം. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പെയിന്റിംഗ് നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ക്ഷമയുള്ള ആളാണ്. ഞാൻ മറ്റേ ഇതും ക്യാൻവാസിലും പിന്നെ ഗ്ലാസ് പെയിന്റിംഗ് അങ്ങനത്തെ കാര്യങ്ങള് അതാ ചെയ്യാറ്. അക്രിലിക്സിലാ ചെയ്യാറ്. ഫോക്ക് ആർട്സ്. ഫാബ്രിക്കിൽ ചെയ്യാട്ടോ, ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് പ്രോജക്ട്സ് ഒക്കെ ഇപ്പൊ എന്തൊക്കെയാണുള്ളത്? ഒരു തെലുഗു മൂവി ഉണ്ട്, ഇറങ്ങാനുണ്ട്. ഒരു മലയാളം മൂവി ഉണ്ട്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്തത് ഇറങ്ങാനുണ്ട്. പ്ലാനിങ്ങിലുണ്ട്. അങ്ങനെ പുതിയ പാട്ടുകൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതർ ദൻ ഫിലിം സോങ്സ്. എല്ലാം ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഒരു കൾച്ചറിലേക്ക് മാറുകയാണ് നമ്മളെല്ലാവരും. ഫിലിം സോങ്സ് എന്നുള്ളൊരു ചട്ടക്കൂട് മാറി, ഒരുപാട് മാറി. സോ നമ്മുടെ സ്വന്തമായിട്ട് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഒരുപാടുണ്ട്. സോ അത് തന്നെയാണ് ഇനിയുള്ള ഒരു കാലം ഉണ്ടാവാന്ന്. അത് തന്നെയാണ് ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് അല്ലേ പണ്ടത്തെ ഇപ്പോഴത്തെ കൂടെ നോക്കുകയാണെങ്കിൽ അല്ലേ? കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് സ്വന്തമായിട്ട് നമുക്ക്. ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി നമ്മുടെ പാഷനും കൂടി ആകുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതങ്ങനെ കിട്ടണം എന്നില്ല. അതിലേക്ക് തോന്നുന്നത് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇഷ്ടപ്പെട്ട ജോലിയാണ്, ഇതൊരു പാഷനാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ പുറമേ തന്നെ ആൾക്കാർ എത്രത്തോളം ആൾക്കാരുണ്ട് അത് പാഷൻ ഉണ്ടായിട്ട് പോലും ചെയ്യാൻ പറ്റാത്ത. നമ്മൾ ജോലി ചെയ്യാന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സത്യം. നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യണു, അത് ജോലിയാണെന്ന് ആൾക്കാർ പറയണു. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ വരുന്ന
യങ് ആയിട്ടുള്ള ജനറേഷൻ കുട്ടികൾക്ക് ഇപ്പം സിംഗിങ് ഒക്കെ പ്രൊഫഷനാക്കി എടുക്കുന്ന കുട്ടികളുടെ അടുത്ത് എന്താ പറയാനുള്ളത്? പ്രാക്ടീസ് ചെയ്യുക, വർക്ക് ചെയ്യുക, ആൻഡ് വാട്ട് എവർ യു ഡു ഇറ്റ് വിത്ത് യുവർ ഫുൾ ഹാർട്ട്. അത്രയേ ഉള്ളൂ. പെർസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്. ഇതൊക്കെ പറയുമ്പോൾ എനിക്കതൊക്കെ ഉണ്ടെന്നല്ല കേട്ടോ, അങ്ങനെ പറയാനൊന്നും ഒരാളല്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെയാണ്. ഒരു ക്ഷമ വളരെ അത്യാവശ്യമാണ്, പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ പിന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, എന്ത് ചെയ്യുമ്പോഴും. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഞാനും സത്യം ഇന്റർവ്യൂ ആണ്, അങ്ങനെ ഒരു അങ്ങനെ തോന്നിയേയില്ല. സത്യത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വളരെയധികം പിന്നോട്ട് മാറുന്ന ഒരു വർത്താനം, വളരെ പിന്നോട്ടാണ്. അപ്പോൾ വളരെ കൂളായിട്ട് സംസാരിച്ചതിനും എന്നെ കംഫർട്ടബിൾ ആക്കിയതിനും ഒരുപാട് താങ്ക് യു. പക്ഷെ നന്നായി സംസാരിച്ചു. എനിക്കൊന്ന് വീട്ടിലിരുന്ന് സംസാരിക്കണ പോലത്തെ ഒരു ഫീൽ എനിക്കും കിട്ടി. അത് എനിക്കും തിരിച്ചു പറയാനുള്ളത്. അപ്പൊ ഇനി എല്ലാ പ്രൊജക്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. കീപ് സിംഗിങ്, കീപ് ഷൈനിങ്, ആൻഡ് ഓഫ് കോഴ്സ് ഈ സ്മൈൽ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് യു ടു. താങ്ക് യു.